ഞാൻ മത്തായി, തന്റെ മരുമകൻ ജോർജ് കുട്ടിയുടെ മുംബൈയിലെ ദോസ്ത. വെറും ദോസ്തല്ല, ബെട്ടാ ദോസ്ത്. എന്റെ ജോർജ് കുട്ടിയെ കൊന്ന തന്റെ മോനെ എനിക്കൊന്ന് കാണണം. അവൻ എവിടെ പോയി ഒളിച്ചാലും കണ്ടുപിടിക്കും ഞാൻ. ഇറങ്ങി പോടോ മാപ്പിളെ. ഇത് കണ്ട, ക്രിസ്റ്റിയുടെ ചങ്കില് കുത്തിയിറക്കാനുള്ള കത്തിയ. മകൻ അന്ത്യകുദാശ കൊടുത്ത് ഒരുക്കി നിർത്തിക്കോ. ഞാനിവിടെ തന്നെ കാണും. അവന്റെ ജീവൻ എടുത്തിട്ടേ ഞാൻ മുംബൈക്ക് മടങ്ങൂ. വാടാ. മത്തായിച്ചൻ, അങ്ങനെ ഒരു ഫ്രണ്ട് ജോർജ് കുട്ടിക്കുണ്ടായിരുന്നതായി എനിക്കറിയില്ല. എന്തായാലും എൻ്റെ അപ്പച്ചനെ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിപ്പോയ അവൻ ആരാണെന്ന് എനിക്കൊന്നറിയണം. എനിക്കൊന്ന് കാണണം. ചേട്ടാ, തീപ്പെട്ടിയുണ്ടോ? നിങ്ങൾ ജോർജ് കുട്ടിയുടെ ആൾക്കാരല്ലേ? അതെ. എന്താ കണക്ക് തീർക്കണ്ടേ? കണക്ക് തീർക്കാൻ നീ ആരടാ പന്നെ? നിന്റെ മറ്റവനവിടെ, ക്രിസ്റ്റി. ഞാനാണ് ക്രിസ്റ്റി. നീ ജോർജ് കുട്ടിയുടെ ഫ്രണ്ടല്ല, എനിക്കറിയാം. ആണായി പിറന്നവനാണെങ്കിൽ അടിക്കടാ. ഡിപ്പാർട്ട്മെന്റിൽ ഗുണ്ടയെന്ന് അപരനാമമുള്ളയാൾ ഗുണ്ട തന്നെയാ, പോലീസ് ഗുണ്ട. പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ടുവരുന്ന ഇനം. മസൂറിയിൽ IPS ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അങ്ങ് മുംബൈയില് നീ കണ്ട ഓഞ്ഞ IPSകാരെ പോലല്ല. ഇതുപോലെ ഉഗ്രവിഷമുള്ള സാധനങ്ങളും കേരള പോലീസിലുണ്ട്. എന്തു പറയാനാ സാറേ, ഈ വക സാധനങ്ങളെയൊക്കെ തല്ലിക്കൊല്ലാൻ പറ്റിയ ആൺകുട്ടികളൊക്കെ ഇത്രകാലം ബോംബെയിലല്ലായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അങ്ങ് ഒലത്തിയന്. അല്ലടാ പൊന്ന. 10-15 കൊല്ലം പഴക്കമുള്ള ഈ സർവീസ് റിവോൾവർ കാണിച്ച് എന്നെ പേടിപ്പിക്കല്ലേ സാറേ. ഇത് കണ്ടോ, ഇസ്രായേലിൽ നിന്ന് കടൽ കടന്നു വരുന്ന ലേറ്റസ്റ്റ് വെപ്പൺസ് മാറി മാറി ഉപയോഗിച്ച കൈയാണിത്. ഹരിഹരോ, ഒരു നാടൻ ചൊല്ലുണ്ടല്ലോ, വെടിക്കെട്ടുകാരനെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കല്ലേ. നീ പേടിക്കും, നിന്നെ ഞാൻ പേടിപ്പിക്കും. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, മകനെ ജാമ്യത്തിലിറക്കാനുള്ള വകുപ്പ് അന്വേഷിച്ച് വർഗീസ് മാപ്പിള എത്താതിരിക്കില്ലെന്ന്. എന്നാ നമുക്കൊന്ന് മുട്ടി നോക്കാം. വർഗീസ് മാപ്പിള എന്നെ തെറ്റിദ്ധരിക്കരുത്.
ഒരേ നാട്ടുകാരായ നമ്മൾ പരസ്പരം സഹായിച്ചില്ല പിന്നെ നാട്ടുകാരാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മകനെ പുറത്തിറക്കാൻ ഞാൻ സഹായിക്കാം. എന്റെ മോനല്ല ഇവിടുത്തെ സിറ്റി കമ്മീഷണർ. വഴിന്ന് മാറണോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? മാറണോ? കൺഗ്രാറ്റുലേഷൻ, ഒരു കൊലയാളിയെ കീഴ്പ്പെടുത്തി അകത്തിട്ടതിന്. അതുമാത്രം പോരാ, എന്റെ സ്ഥാപനത്തിന് വന്ന് എന്റെ കഴുത്തിന് നേരെ കത്തി കാണിച്ച തന്റെ മിടുക്ക് അകത്ത് കിടക്കുന്ന ഇവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഉണ്ടാവണം. നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ. ഇത് പറയാൻ മാത്രമാണ് ഞാൻ വന്നത്. ഇയാളെ അകത്തേക്ക് കൊണ്ടുവാ. ഭരതം പൊയ്ക്കോളൂ. സർ. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള, തന്റെ അപ്പം കൊള്ളാലോ. പറഞ്ഞത് കേട്ടില്ലേ? നിയമം അനുശാസിക്കുന്ന ഏറ്റവും കൂടിയ ശിക്ഷ മകന് വാങ്ങിക്കൊടുക്കണമെന്ന്. പാവം വർഗീസ് മാപ്പിള, അങ്ങോർക്കറിയില്ലല്ലോ മകന്റെ നിരപരാധിത്വം. അല്ല സാറേ, 24 മണിക്കൂറിനകം കുറ്റവാളിയെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കണമെന്നല്ലേ നിയമം? അതോ എന്നെ ശിക്ഷിക്കാൻ കോടതി ഇങ്ങോട്ട് വരുമോ? നീ പുല്ലുപോലെ ജാമ്യത്തിൽ ഇറങ്ങി വരുമെന്നല്ലേ പറഞ്ഞു വരുന്നത്? തന്റെ പേരിലുള്ള FIR പരിശോധിക്കുന്ന കോടതി തനിക്ക് ബെയിൽ അനുവദിക്കുകയോ നിരുപാധികം വിട്ടയക്കുമെന്നോ പ്രതീക്ഷ വേണ്ട. പോലീസ് തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ഏത് കൊമ്പത്ത വക്കീല് തനിക്ക് വേണ്ടി വാദിച്ചാലും രക്ഷയില്ല. ഒരു ജീവപര്യന്തം ഉറപ്പാ. അയ്യോ, എനിക്കൊരു നേർച്ചയുണ്ട് സാറേ. തൂക്കുമരം ഉറപ്പായ ശിക്ഷയ്ക്ക് വേണ്ടി മാത്രമേ കോടതിക്ക് മുന്നിൽ ഹാജരാകാൻ പാടുള്ളൂ എന്നൊരു നേർച്ച. ഈ നേർച്ചക്കാരനെ കോടതിയിൽ എത്തിക്കാൻ മാത്രമുള്ള ചങ്കൂറ്റം വടക്കനുണ്ടാവില്ല. ഞാൻ ചാടും, പോണ വഴിക്ക് തന്നെ ചാടും. അതിന് വടക്കൻ തെക്കോട്ട് നോക്കിയിരിക്കണം. എങ്ങോട്ട് നോക്കിയിരുന്നാലും ഞാൻ ചാടും. മര്യാദക്കാണെങ്കിൽ ഞാൻ വടക്കൻ, ഇല്ലെങ്കിൽ മഹാബെടക്ക. ഞാൻ ചാടും. എന്റെ മുഖത്തു നോക്കി വെല്ലുവിളിച്ചുകൊണ്ടോ? ഞാൻ ചാടും, ഞാൻ ചാടും സാറേ. സത്യമായിട്ട് ചാടും, ചാടും സാറേ. എന്തിനിടെ വെറുതെ കൂമ്പുവാട്ടി കളയണത്? അത്രയ്ക്ക് സ്ട്രോങ് ആയ എവിഡൻസ്. അപ്പൊ പിന്നെ പറഞ്ഞ് കളയടേ. 9349922065 ഈ സെൽ നമ്പർ നിന്റെ തന്നെ. അപ്പൊ നിന്റെ തള്ളേരെ പേരിലാണ് കണക്ഷൻ. അതെ. ആ, തെളി ഉറച്ചു. ഇനി സംഭവം നടന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞോ? ഞാൻ ആരെയും കൊന്നില്ല സാറേ. എടുത്ത് കാല് കെട്ടി തൂക്കണേ അവനെ. വേണ്ട സാർ, നടന്നത് ഞാൻ പറയാം. അണ്ണാ, നിനക്ക് പരിചയമില്ലാത്തോണ്ടാ തെളിവ് സഹിതം പോലീസ് പിടിച്ചാൽ നടന്നത് പറഞ്ഞ് കുറ്റം സമ്മതിച്ചേക്കണം. ബാക്കി നമുക്ക് കോടതി കാണാം, അല്ലാതെ തടി കേടുവരുത്തിയിട്ട് കാര്യമൊന്നുമില്ല. കറക്റ്റ്. നിനക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണല്ലേ? അത്യാവശ്യത്തിനുണ്ട് സാറേ. 96 മുതൽ ഗെയിമിലുണ്ട്. ഷിഹാബുദ്ദീൻ സാറിനൊക്കെ അറിയാം. സംഭവ സ്ഥലത്ത് ഫോൺ പോയെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ ഇവനോട് പറഞ്ഞു നമ്മൾ പെട്ടടാന്ന്. ഓ, എന്നാ നീ പറ, സൈമണെ കൊല്ലാൻ നിനക്കാരാ കൊട്ടേഷൻ തന്നത്? അയ്യോ സാറേ, അവനെ കൊല്ലാൻ ആരും എനിക്ക് കൊട്ടേഷൻ തന്നിട്ടില്ല. അത് ഇവന് പറ്റിയൊരു കയ്യബദ്ധമാ. എന്തോന്നടാ കഥ ഉണ്ടാക്കുകയാണ്? നീ പറ. സാറേ, ആറ്റിങ്ങിൽ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ബാറുണ്ട്, 7 സ്റ്റാർ. അതിന്റെ മുതലാളി ശശിധരണ്ണനെ ഒരു ഭീഷണിയുണ്ട്. പുള്ളിയുടെ പഴയ പാർട്ട്ണർ ജെയിംസ് കൊച്ചിയിൽ കൊട്ടേഷൻ കൊടുത്തു. എന്നോട് പ്രൊട്ടക്ഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്റെ പോളിസി ഇങ്ങനെയുള്ള കേസുകളിൽ കൊട്ടേഷൻ കൊടുത്തവനെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യണമെന്നാ. അതോടെ അവൻ ചുരുളും. 2 ദിവസം വിഴിഞ്ഞത്ത് താമസിച്ചേ ഞാൻ പിള്ളേരെ സംഘടിപ്പിച്ചു. 14 പേര്. ലോഡ്ജിൽ നിന്നിറങ്ങിയ ഞങ്ങൾ പിന്നീട് 3 വണ്ടികളിലായി രാത്രി 1 മണിക്കടുപ്പിച്ച് ജെയിംസിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വഴിക്ക് ഏറ്റവും മുമ്പിൽ പോയ വണ്ടി കേടായി. മറ്റു വണ്ടികൾ അവിടെ നിർത്തി. എല്ലാവരും റോഡിലിരുന്ന് വണ്ടി റിപ്പയർ ചെയ്യുമ്പോഴാ വെടിച്ചില് പോലെ ഒരു വണ്ടി വരുന്നു, ഒരു സ്കോർപിയോ.
ബൈക്കുകാരനെ ഇടിച്ചിട്ടിട്ട് വണ്ടി നിർത്താതെ പോയപ്പോൾ ഞങ്ങൾ തടയാൻ ശ്രമിച്ചു, കിട്ടിയില്ല. പെട്ടെന്ന് ആവേശത്തിൽ എല്ലാവരും കൂടി വണ്ടി എടുത്ത് അവനെ ഫോളോ ചെയ്തു. വാ വാ വണ്ടി എടുക്ക. ഇങ്ങോട്ട് ഇറങ്ങടാ. Come on, what's happening here? വിടാൻ. Leave me. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഒരുത്തനെ ഇടിച്ചിട്ട് ചുമ്മാ അങ്ങ് പോകാൻ കരുതിയോ? Do you know who I am? Simon Palasinkal. നീ ഏത് കോപ്പനാ, എനിക്കെന്താടാ? ഇതിനൊരു സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. ഈ സമയം അത്രയും നല്ല ഫിറ്റിലായിരുന്ന മുള്ളാണി വണ്ടിക്ക് അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ബഹളം മൂത്തപ്പോ അവൻ വെളിയിലിറങ്ങി. പിന്നെ ഞങ്ങൾ ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടന്നത്. എന്ത് പണിയാണ് കാണിച്ചത്? വാ രക്ഷപ്പെടാം, വേഗം. റിയാസ് ഹസൻ മൻസിൽ ചപ്പത്ത് റോഡ് വിഴിഞ്ഞം, അതല്ലേ നിന്റെ വിലാസം? അതെ. ഇവൻ പറഞ്ഞു മുഴുവൻ താൻ കേട്ടല്ലോ. നിന്റെ ബൈക്കും ആ സ്കോർപിയോയും തമ്മിൽ ഈ പറഞ്ഞതുപോലെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ആക്സിഡന്റിൽ നിനക്കൊന്നും പറ്റിയില്ലേ? കൈക്കും കാലിനും ചെറിയൊരു ചതവ് പറ്റി. നിന്നെ ആരാ ആശുപത്രി കൊണ്ടുപോയത്? ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട സജീവൻ ചേട്ടനാ. എന്റെ ബൈക്കിൽ തന്നെയാ കൊണ്ടുപോയത്. ജനറൽ ഹോസ്പിറ്റലാണ് സാറെ കൊണ്ടുപോയത്. ഇനി നിനക്കെന്താ പറയാനുള്ളത്? സത്യമാ സാറേ, നടന്ന കാര്യങ്ങളാ ജോഷുവണ്ണം പറഞ്ഞത്. അന്ന് ഞാൻ നല്ല വെള്ളമായിരുന്നു, അറിയാതെ പറ്റിപ്പോയതാ. അലക്സ്, സർ. ടേക്ക് ദം ഔട്ട്. കൺഗ്രാറ്റ്സ് നിരഞ്ജൻ. സോ ദ കേസ് ഈസ് ഓവർ ഇൻ റെക്കോർഡ് ടൈം. ഗുഡ്. സാർ പെട്ടെന്ന് DG മിനിസ്റ്ററെ വിളിച്ച് വിവരം പറഞ്ഞാട്ടെ. നോ സർ, നമ്മൾ റഷ് ചെയ്യാൻ പാടില്ല. അവന്മാരുടെ മൊഴികളും കേസിന്റെ ഫാക്സും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. മിണ്ടാതിരിക്കടോ. അവന്മാർ പറഞ്ഞ സീക്വൻസിൽ ഒരു അസ്വാഭാവികതയുമില്ല. ഇറ്റ് വാസ് എ റാൻഡം കില്ലിംഗ് കമ്മിറ്റഡ് ഓൺ ഇമ്പൾസ്. ജസ്റ്റ് വൈൻഡ് അപ്പ് ദ കേസ് റൈറ്റ് നൗ. പറ്റില്ല സർ, അങ്ങനെ ഞാൻ കേസ് വൈൻഡ് അപ്പ് ചെയ്യില്ല. നിരഞ്ജൻ, യു നോ വെരി വെൽ, പ്രതികളിൽ നിന്ന് ഇത്രയും സ്ട്രോങ് ആയ ഒരു കുറ്റസമ്മതമുള്ള സ്ഥിതിക്ക് ഇൻവെസ്റ്റിഗേഷൻ ഒരു പരിധിക്കപ്പുറം കൊണ്ടുപോകാനാവില്ല. എനിക്കറിയാം സർ, പക്ഷെ നമ്മളിപ്പോ ഇവിടെ കേട്ടത് ഉണ്ടാക്കിയെടുത്തൊരു കഥയാണെങ്കിലോ? Then you prove it, നിരഞ്ജൻ, but you don't have time. ഇനി മറ്റൊരു തിയറിക്ക് സാധ്യതയില്ല നിരഞ്ജൻ. ഐ എം സോറി. സർ, ഫോറൻസിക് റിപ്പോർട്ടും ഓട്ടോപ്സി റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഫോറൻസിക് ടെസ്റ്റ് കഴിഞ്ഞ് സൈമണിന്റെ പേഴ്സണൽ ബിലോങ്ങിങ്സും കിട്ടിയിട്ടുണ്ട്. ഓക്കെ അലക്സ്. സർ,